നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഞായറാഴ്ച ദിവസം മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. വരും ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്ലോബൽ ഈവൻറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൂടാതെ തന്നെ സ്റ്റോക്കിംഗ് ന്യൂസുകളും ഡിവിഡൻഡ് ഡീറ്റെയിൽസും നമ്മളിന്ന് കവർ ചെയ്യുന്നുണ്ട്. ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം എല്ലാ ദിവസവും രാവിലെ 7:30 പ്രീ മാർക്കറ്റും വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ന്യൂസ് അറിയുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്കൊരു ഹെൽപ്ഫുൾ ആവും. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിഭീകരമായ രീതിയിൽ ഒരു ആഴ്ചയാണ് കടന്നുപോയത്. കഴിഞ്ഞ ആഴ്ചയിൽ മെയ് 1 മാർക്കറ്റ് അവധിയാണ്. പൊതുവേ നമുക്കുണ്ടായ ട്രേഡിംഗ് ഡേ 4 ദിവസമാണ് ട്രേഡിംഗ് ഡേ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം അതിഭീകരമായ രീതിയിൽ മാർക്കറ്റ് ഇടിഞ്ഞ ദിവസമാണ്. അതുപോലെ തന്നെയാണ് വ്യാഴാഴ്ച ദിവസം മാർക്കറ്റ് സിഗ്സാഗ് പോയൊരു ദിവസമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ? പൊതുവേ ആളുകൾ ചോദിക്കുന്നുണ്ട്, മാർക്കറ്റ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ നഷ്ടപ്പെട്ടു പോയോ? ഇനി ഇങ്ങനെയാണോ മാർക്കറ്റ് എന്ന് ചോദിക്കുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത്, നമുക്ക് ഇലക്ഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു പ്രോസസ്സ്. ഭരണം എന്താകുമെന്ന് ഉള്ള ആകാംക്ഷയിൽ മാർക്കറ്റിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും. അപ്പോൾ മാർക്കറ്റിൻ്റെ ചാഞ്ചാട്ടം അല്ലെങ്കിൽ വോളറ്റിലിറ്റി അത് മെഷർ ചെയ്യുന്ന ഇന്ത്യ വിക്സിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇന്ത്യ വിക്സിലേക്ക് പോകുമ്പോൾ ലാസ്റ്റ് നമ്മളുടെ ഇലക്ഷൻ ഇരുന്നത് 2019 മെയ്യിലാണ് നമുക്ക് അവസാനത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യ വിക്സ് എന്തായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും. നേരെ നമുക്ക് ഇന്ത്യ വിക്സിൻ്റെ ചാർട്ട് കാണാം. 2019 മെയ് 14 ഏറ്റവും അവസാനത്തെ നമ്മളുടെ ഇലക്ഷൻ ഉണ്ടായിരുന്നത്, പാർലമെൻറ്റ് ഇലക്ഷൻ. ആ ഒരു സമയത്ത് ഇന്ത്യ വിക്സ് കാണാം 28 ഇന്ത്യ വിക്സ് ഉള്ളത്. അതിനുശേഷം 28 വരെ പോയി ഇലക്ഷന് മുമ്പ്. അതിനുശേഷമാണ് മാർക്കറ്റ് ഇലക്ഷന് ശേഷം റൂളിംഗ് പാർട്ടി വീണ്ടും അധികാരത്തിലേക്ക് വന്നപ്പോൾ 28 നിന്ന് 14 ഇന്ത്യ വിക്സ് ഫോൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. നമ്മളുടെ മാർക്കറ്റിൻ്റെ ഇന്ത്യ വിക്സ് എവിടെ നിൽക്കുന്നത്? സ്റ്റിൽ നിൽക്കുന്നത് 14. പക്ഷേ നമ്മളുടെ ഇന്ത്യ വിക്സിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 7 ദിവസം കൊണ്ട് 10 താഴെ ഉണ്ടായിരുന്ന ഇന്ത്യ വിക്സ് 46% ഉയർന്ന് 14.5 എന്ന നിലയിലേക്കാണ് ഇന്ത്യ വിക്സിൻ്റെ ഒരു നിൽപ്പ്. അപ്പോൾ 10 നിന്ന് ഒരു 14 ഒരു 4 പോയിന്റ് ഇന്ത്യ വിക്സ് സ്പൈക്ക് ആയപ്പോഴാണ് മാർക്കറ്റിൽ ഇത്രം വോളറ്റാലിറ്റി എങ്കിൽ 15 നിൽക്കുന്ന ഇന്ത്യ വിക്സ് ലാസ്റ്റ് ഇലക്ഷന് 30 പോയ പോലെ തന്നെ 30 ഈ തവണയും പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഇലക്ഷൻ്റെ റിസൾട്ട് വരെയും ഇതൊക്കെ തന്നെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് പൊതുവേ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റേഴ്സിന് പ്രശ്നങ്ങളൊന്നുമില്ല. നിഫ്റ്റി മേ ബി ഫോൾ ആവും, അതിനുശേഷം തിരിച്ചെത്തും, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ അതുപോലെ തന്നെ നിന്നേക്കാം. മന്ത്ലി ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്കും വലിയ പ്രോബ്ലംസ് ഇല്ല. എന്നാൽ ഡെയിലി ഇൻട്രാഡേ പോലെ ചെയ്യുന്ന ഓപ്ഷൻ ബയേഴ്സും എസ്പെഷ്യലി ഓപ്ഷൻ സെല്ലേഴ്സിനും എല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റും വളരെ കണ്ണുകൾ മാർക്കറ്റിൽ നിന്ന് എടുക്കാതെ ട്രേഡ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഇനി മുന്നോട്ടുള്ളത്. അതല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു വഴി. അതല്ലാതെ മാർക്കറ്റ് നമ്മളുടെ രീതിക്ക്, നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് മാർക്കറ്റ് നിലകൊള്ളണമെന്ന് നമുക്ക് വാശി പിടിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്റ്റോപ്പ് ലോസുകളെല്ലാം തന്നെ ഉള്ളത്. പെട്ടെന്ന് മാർക്കറ്റ് ഫോൾ ആകുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. കഴിഞ്ഞ ആഴ്ചയിലേക്ക് വരാണെങ്കിൽ, ഇനിയിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വിശദമായിട്ട് നോക്കുക. എല്ലാം ഉണ്ട് ഇതിൽ, ഈ ഒരു ചാർട്ടിൽ. മൺഡേ ഓപ്പണിംഗ് കാണാം. മൺഡേ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 22,400 താഴെയാണ് നിഫ്റ്റി ഓപ്പൺ ആയിട്ടുള്ളത്. അതിനുശേഷം മൺഡേ ഓപ്പണിംഗ് നിന്ന് ഒരു 100 പോയിന്റ് ഇടിഞ്ഞിരുന്നു. 100 പോയിന്റ് ഇടിഞ്ഞ് 22,200 നിഫ്റ്റി സപ്പോർട്ട് എടുത്തത്. 4 ദിവസമാണ് നമുക്ക് ട്രേഡിംഗ് ഡേ ഉണ്ടായിരുന്നത്. ഈ 4 ദിവസം കൊണ്ട് നമ്മളുടെ നിഫ്റ്റി മൺഡേയുടെ ഓപ്പണിംഗിൽ നിന്ന് ഏകദേശം ഒരു 600 പോയിൻറ്റിൻ്റെ ഒക്കെ അടുത്ത് റാലി രേഖപ്പെടുത്തി നിഫ്റ്റി പോയിരുന്നു. അതിനുശേഷം 22,759 വരെ നിഫ്റ്റി റാലി രേഖപ്പെടുത്തിയപ്പോൾ ചൊവ്വാഴ്ച ദിവസം നിഫ്റ്റി 22,800 റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. ബുധനാഴ്ച മാർക്കറ്റ് അവധി ഉണ്ടായിരുന്നു. അതിനുശേഷം വ്യാഴാഴ്ച ദിവസം വീണ്ടും ആ ഒരു ഹൈ എന്ന റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. വെള്ളിയാഴ്ച ദിവസം
വലിയൊരു കൊളാട്രൽ ഡാമേജാണ് ഉണ്ടായിട്ടുള്ളത്. വ്യാഴാഴ്ച ദിവസം മാർക്കറ്റ് കൺസോളിഡേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. വെള്ളിയാഴ്ച ദിവസമാണ് മാർക്കറ്റ് കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ വീണ്ടും ടച്ച് ചെയ്തിട്ടുള്ളത്. അതായത് 22,800 എന്ന റേഞ്ച്. ചുരുക്കം പറയുകയാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയുടെ ഓപ്പണിങ്ങിൽ നിന്ന് നിഫ്റ്റി മുകളിലേക്കാണ് പോയിട്ടുള്ളൂ. കഴിഞ്ഞ ചൊവ്വാഴ്ചയും കഴിഞ്ഞ വെള്ളിയാഴ്ചയും നിഫ്റ്റി 22,800 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു റേഞ്ച് മറികടന്ന് നിഫ്റ്റിക്ക് മുകളിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. അവിടെ എത്തുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷറാണ് നമുക്ക് വരുന്നത്. ഇതാണ് നിഫ്റ്റിയിൽ കണ്ട ഒരു പ്രതിഭാസം. FIs പൊതുവെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. DIs ശക്തമായിട്ട് തന്നെ ബൈ ചെയ്ത് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ചയിലെ പ്രധാന ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഒറാക്കിൾ ഫിനാൻസ് റെക്കോർഡ് ഡേറ്റ് മെയ് 7-നാണുള്ളത്. 240 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. HCL ടെക്നോളജി IT കമ്പനി മെയ് 7-ന് റെക്കോർഡ് ഡേറ്റ് ഉള്ളത് 18 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ആപ്ടെക് ലിമിറ്റഡ് മെയ് 10-ന് 4 രൂപ 50 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. DCB ബാങ്ക് മെയ് 10 1 രൂപ 25 പൈസ. HDFC ബാങ്ക് മെയ് 10 റെക്കോർഡ് ഡേറ്റ് 19 രൂപ 50 പൈസ. രാമകൃഷ്ണ ഫോർജിൻ കമ്പനി മെയ് 10 1 രൂപ ഡിവിഡൻഡ്. UCO ബാങ്ക് മെയ് 10 28 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ ഈവൻ്റ് നോക്കുകയാണെങ്കിൽ മെയ് 6 മുതൽ മെയ് 10 വരെയുള്ള ഒരു ഫുൾ വീക്കിൻ്റെ ഗ്ലോബൽ ഈവൻ്റ് ഉണ്ട്. ഇതിൽ പ്രധാന ഇവൻറ്റുകൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. മെയ് 6-ന് UK ഹോളിഡേ ആണ്. മെയ് 7-ന് ജർമ്മനിയുടെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഡേറ്റ വരുന്നുണ്ട്. 11:30 ടൈം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇന്ത്യൻ ടൈമാണ് കൊടുത്തിരിക്കുന്നത്. മെയ് 7-ന് UK നിന്ന് കൺസ്ട്രക്ഷൻ PMI വരുന്നുണ്ട്. മെയ് 8-ന് US നിന്ന് കൺസ്യൂമർ ക്രെഡിറ്റ്, ചൈനയുടെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഡേറ്റ, യൂറോസോണിൻ്റെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ നോൺ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഉണ്ട്. മെയ് 9-നാണ് UK നിന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉള്ളത്. മെയ് 10-ന് UK GDP, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വരുന്നുണ്ട്. സമയം ഇവിടെ നമ്മൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ന്യൂസ് ചെയ്യുന്നത് കുറച്ച് മുമ്പെയാണ്. ഈ ഒരു ഞായറാഴ്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഈവൻറ്റ് പേഴ്സണലി എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ന്യൂസ് കുറച്ച് മുമ്പെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഞായറാഴ്ച ദിവസം വന്നിട്ടുള്ള സ്റ്റോക്കുകളുടെ റിസൾട്ട് ന്യൂസുകൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമുക്ക് തിങ്കളാഴ്ച രാവിലെ പ്രീ മാർക്കറ്റിന് ഉൾപ്പെടുത്താം. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ന്യൂസ് ഇനോക്സ് വിൻഡ് ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ്. നെറ്റ് പ്രോഫിറ്റ് 117 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനിയാണ്. ഇപ്പോൾ 46 കോടി രൂപ പ്രോഫിറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട്. കോറോമണ്ടൽ യൂണിവേഴ്സൽ കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 135 കോടി രൂപ. കഴിഞ്ഞ തവണ 137 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. ഡിവിഡൻഡ് 2 രൂപ 50 പൈസ. ആരതി ഡ്രഗ് കമ്പനി 56-ൽ നിന്ന് 47 കോടി രൂപയിലേക്ക് അറ്റാദായം കുറഞ്ഞു. സത്വവാച്ച് ഇന്ത്യൻ കമ്പനി 16-ൽ നിന്ന് 9 കോടി രൂപയിലേക്ക് അറ്റാദായം കുറഞ്ഞു. കമ്പനി 2 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ലീഡിംഗ് ജ്വല്ലറി വാച്ച് കമ്പനിയാണ് ടൈറ്റാൻ, ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ടൈറ്റാൻ. റിസൾട്ട് വന്നു. 7% നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ച് 786 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 734 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. 11 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. HFCL കമ്പനി 71 കോടി രൂപയിൽ നിന്ന് 110 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. JSW ഇൻഫ്ര കമ്പനി 300-ൽ നിന്ന് 330 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. അദാനി ഗ്രീൻ 507-ൽ നിന്ന് 310 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. സ്റ്റീൽ എക്സ്ചേഞ്ച് കമ്പനി 42 രൂപ ലോസ് ഉണ്ടായിരുന്ന കമ്പനി 20 കോടി രൂപ പ്രോഫിറ്റിലേക്ക് അറ്റാദായം ഉയർത്തി. റയമണ്ട് 190-ൽ നിന്ന് 230 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് കമ്പനി 410-ൽ നിന്ന് 480-ലേക്ക് അറ്റാദായം ഉയർത്തി. MRF കമ്പനി 410-ൽ നിന്ന് 380-ലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു എങ്കിലും കമ്പനി 194 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയും കുറേ ന്യൂസുകൾ അപ്ഡേറ്റ് ആവാനുണ്ട്. അതെല്ലാം നമുക്ക് തിങ്കളാഴ്ച രാവിലെ പ്രീ മാർക്കറ്റിന് നമുക്ക് വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.